ജനാധിപത്യത്തിന്റെ ആഘോഷം മാത്രമല്ല സൗന്ദര്യം കൂടിയാണ് തിരഞ്ഞെടുപ്പുകൾ എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. ഇന്നലെ കേരളം ഒന്നടങ്കം പോളിംഗ് ബൂത്തിലെത്തുന്ന കാഴ്ച ജനാധിപത്യ വിശ്വാസികളെ എത്രമാത്രം ആവേശത്തിലാഴ്ത്തിയെന്നതിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതുമില്ല. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെടുപ്പിനായി 6 മണിക്ക് തന്നെ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ കൂട്ടത്തോടെ എത്തിയതിന്റെ കാഴ്ചകൾ മാധ്യമങ്ങളിലൂടെ കാണാനായി. വോട്ടെടുപ്പ് ആരംഭിക്കുമ്പോഴേക്കും പോളിംഗ് ബൂത്തിന് മുന്നിൽ വോട്ടർമാരുടെ വലിയ നിര തന്നെ ഒട്ടുമിക്ക ഇടങ്ങളിലും രൂപപ്പെട്ടിരുന്നു. സാധാരണയായി രാവിലെ വോട്ടെടുപ്പ് ആരംഭിക്കുമ്പോൾ സ്ത്രീ വോട്ടർമാരായിരിക്കും കൂടുതലായും എത്തുക. നേരത്തെ വോട്ട് ചെയ്ത് പതിവ് തിരക്കുകളിലേക്ക് കടക്കാനായിരിക്കും വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ എത്തുക. എന്നാൽ ഇക്കുറി പുരുഷ വോട്ടർമാരും അതിരാവിലെ തന്നെ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയത് പതിവിനപ്പുറമുള്ള കാഴ്ചകളായിരുന്നു. സ്വതവേ സമാധാനപരമായി വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. അത്യപൂർവമായി മാത്രം അനിഷ്ട സംഭവങ്ങൾ ചിലയിടങ്ങളിൽ ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്തവണയും പൂർണ്ണമായും സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ്. സമസ്ത മേഖലകളിലും വികസനം എത്തിച്ച ഭരണ തുടർച്ച നേടിയ LDF 100% ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണ ജനങ്ങളുടെ അംഗീകാരം വീണ്ടും നേടിയെടുക്കാനായി പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയത്. 2016 അധികാരത്തിലെത്തുമ്പോൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു സർക്കാർ അവശേഷിപ്പിച്ച ബാധ്യതകളിൽ നിന്നാണ് LDF സർക്കാർ ഇന്ന് കാണുന്ന കേരളത്തെ കഴിഞ്ഞ 10 വർഷത്തെ കഠിന പ്രയത്നം കൊണ്ട് കെട്ടിപ്പടുത്തത്. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ പ്രതികാര ബുദ്ധിയോടെ തന്നെ ഞെക്കി ഞെരിച്ചപ്പോഴും ജനങ്ങളോടുള്ള വാഗ്ദാനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കാനും എല്ലാ രംഗത്തും പ്രകടമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാനും കഴിഞ്ഞു. ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം, വൈദ്യുതി, റോഡുകൾ, പാലങ്ങൾ, ഭവന നിർമ്മാണം എന്നിങ്ങനെ ആർക്കും നേരിൽ കാണാവുന്ന തരത്തിൽ ഈ സംസ്ഥാനത്ത് വികസനമെത്തിച്ചു. ദുരിതത്തിലകപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് കൈത്താങ്ങായി. കോവിഡ് ദുരിതാശ്വാസം, പ്രകൃതി ദുരന്തങ്ങളിലെ കൈത്താങ്ങ്, സാമൂഹ്യക്ഷേമ പെൻഷൻ വർധനവ്, പട്ടയ വിതരണം തുടങ്ങി ആശ്വാസ ക്ഷേമ പ്രവർത്തനങ്ങളിലും സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് സർക്കാർ കാഴ്ചവെച്ചത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനായി നിർമ്മിച്ച ടൗൺഷിപ്പ് ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന പദ്ധതിയായി മാറി. വ്യാവസായിക മേഖലയിലും സാങ്കേതിക വികസന രംഗത്തും തൊഴിൽ മേഖലയിലും അടക്കം എണ്ണിയാൽ തീരാത്തത്ര പദ്ധതികൾ ഒരുക്കിയ ഈ സർക്കാരിന് വീണ്ടും ഭരണ തുടർച്ച ഉണ്ടാകണമെന്നത് ഇന്നാട്ടിലെ ജനങ്ങളുടെ ആഗ്രഹമാണ്. എന്നാൽ ഇടതുപക്ഷത്തെയും LDF സർക്കാരിനെയും എങ്ങനെയെങ്കിലും താഴെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്ന UDF-ഉം BJP-യും ഈ തിരഞ്ഞെടുപ്പ് കാലത്തടക്കം ചെയ്തു കൂട്ടിയതൊക്കെ എന്താണെന്ന് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പിന്റെ തൊട്ട് തലേന്ന് പോലും കേരളമെമ്പാടും BJP-ക്കാർ പണമൊഴുക്കിയതിന്റെ വ്യക്തമായ തെളിവാണ് പാലക്കാട്ടും തൃശൂരിലും പണവും സാരിയും ഭക്ഷണ കിറ്റുകളും ഒക്കെ വിതരണം ചെയ്തതിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥികൾ ഈ തിരഞ്ഞെടുപ്പിൽ ഒഴുക്കിയ പണത്തിന് കയ്യും കണക്കുമില്ലെന്ന് ഓരോ മണ്ഡലത്തിലെയും പ്രചാരണ പരിപാടികൾ കണ്ടാൽ മനസ്സിലാകും. പാലക്കാട്ടും തൃശൂരിലും വോട്ടർമാരെ സ്വാധീനിക്കാൻ നേരിട്ട് പണവും ഭക്ഷണ കിറ്റുകളും ഒക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും BJP-ക്കാർ കേരളം മുഴുവനും തന്നെ ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ നടത്തിയിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. നിശബ്ദ പ്രചാരണ ദിവസം പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ് പണം വിതരണം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. തിരഞ്ഞെടുപ്പിന്റെ സുതാര്യതയെ അട്ടിമറിക്കാൻ പണമൊഴുക്കുന്നത് തെളിവ് സഹിതം പുറത്തു വന്നിട്ടും ഉളുപ്പില്ലാതെ നുണകൾ പടച്ചുവിടുകയാണ് BJP. തൃശൂരിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ആയിരക്കണക്കിന് ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തതിന്റെയും വിതരണം ചെയ്യാനുള്ളവ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതിന്റെയും വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഭീഷണി മുഴക്കുകയായിരുന്നു ഇവർ. 10 വർഷമായി ഭരണത്തിൽ നിന്ന് ജനങ്ങൾ അകറ്റി നിർത്തിയ UDF-ന്റെ സ്ഥാനാർത്ഥി നിർണയം പോലും മറയൊട്ടുമില്ലാതെ തമ്മിലടികളുടെയും വാക്പോരുകളുടെയും ഭീഷണിയോടെയും അകമ്പടിയോടെയായിരുന്നു. സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ചവരും വീതം വെപ്പുകൾ കൊണ്ടത് നേടിയെടുത്തവരും കാലുമാറ്റക്കാരും അധികാരമോഹികൾക്കും അവസരം നൽകിയതും ഉൾപ്പെടെ ജനാധിപത്യത്തെയും തിരഞ്ഞെടുപ്പ് മൂല്യങ്ങളെയും അപഹസിക്കുന്നവരാണ് അധികാരത്തിലേറാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് രംഗത്തെ മര്യാദകളെല്ലാം കാറ്റിൽ പറത്തി BJP-ക്കാർ പ്രയോഗിക്കുന്ന തന്ത്രങ്ങളും UDF-ഉം കോൺഗ്രസും അധികാരം പിടിക്കാൻ നടത്തിയ പൊറാട്ടു നാടകങ്ങളുമെല്ലാം കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് കണ്ടതാണ്. പറയാൻ പാടില്ലാത്തതൊക്കെ പുറത്തുനിന്ന് ആളെ ഇറക്കി പറയിക്കുന്ന മ്ലേച്ഛവും അപഹാസ്യവുമായ പ്രചാരണ രീതികളും ഇക്കുറി UDF പുറത്തെടുത്തു. ഇതുകൊണ്ടൊന്നും കേരളത്തിന്റെ വികസനത്തെയും ജനാധിപത്യ മൂല്യങ്ങളെയും ഇല്ലാതാക്കാൻ കഴിയില്ല. നുണപ്രചാരണങ്ങളും വർഗീയ ചേരിതിരിവുകളും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും സാമുദായിക പ്രീണനങ്ങളും വിഘടിത ശക്തികളെ കൂട്ടുപിടിച്ച് വിജയിക്കാമെന്ന വ്യാമോഹങ്ങളും UDF-ഉം BJP-യും മാറ്റിവെക്കുന്നത് തന്നെയാണ് നല്ലത്. കണ്ണു തുറന്നു നോക്കിയാൽ യഥാർത്ഥ കേരളത്തെ, വികസിത കേരളത്തെ കാണാൻ കഴിയും. കണ്ണടച്ച് ഇവിടെയൊന്നും ഇല്ലെന്നും ഇവിടെ ആർക്കും കിട്ടിയില്ലെന്നും പറയുന്നത് ഇന്നാട്ടിലെ ജനങ്ങളുടെ മുന്നിലാണെന്ന് ഓർക്കണം. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ അത് ശരിക്കും ബോധ്യമാവുകയും ചെയ്യും.